നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം നമ്മുടെ നാട്ടിലൊക്കെ പലരും ധരിച്ചതുപോലെ റബീഉൽ അവ്വൽ 12-നാണ് എന്നത് ഏകാഭിപ്രായമുള്ളൊരു കാര്യമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12-നാണ് എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമുള്ള ഇജ്മാ ഉള്ള ഒരു വിഷയമല്ല. മറിച്ച് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെ ഡേറ്റിൽ തന്നെ ഉണ്ട്. താരീഖിൽ തന്നെ അതിൻ്റെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മഹാനായ പണ്ഡിതൻ അൽ മനാവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഫുതുഹാത്തു സുബ്ഹാനിയ ഫി ശർഹി മൻലൂമത്തിൽ ഇറാഖി ഫി സീറത്തിൻ നബവിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം പറയുന്ന ഒരു കവിത അതിനെ വിശദീകരിക്കുന്ന സമയത്ത് അൽ മനാവി റഹിമഹുല്ല ഇത്തരത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, നമ്മൾ കൊണ്ടുവന്നതാണ് എന്ന് പറയേണ്ട, എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതൻ തന്നെയാണത്. അദ്ദേഹം 8ഓളം അഭിപ്രായങ്ങൾ ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത് 8ഓളം അഭിപ്രായങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന ദിവസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നാണ്. 8ഓളം അഭിപ്രായങ്ങൾ, 1-2 അല്ല. അത് അദ്ദേഹം പറയുന്നത് അധിക പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത് റബീഉൽ അവ്വൽ 2-നാണ് എന്നാണ്, 12-നല്ല 2-നാണ് എന്നാണ്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് അധികവും വന്നിട്ടുള്ളത് റബീഉൽ അവ്വൽ 8-നാണ് എന്നാണ്. റബീഉൽ അവ്വൽ 2-നാണ് എന്ന് അധിക പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ റബീഉൽ അവ്വൽ 8-നാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡേറ്റിലൊരു തീരുമാനമാക്കാനല്ല നമ്മളിത് പറഞ്ഞിട്ടുള്ളത്, മറിച്ച് ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാൻ സാധിക്കും സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അമൽ ദീനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമോ? എന്തെങ്കിലും ഒരു അമൽ, രാവിലെ എഴുന്നേറ്റ് ചെറിയൊരു അമൽ, ഒരുപാട് വലിയ ഘോഷയാത്ര ഒന്നും വേണ്ട, ഒരു ചെറിയൊരു ദിക്ർ, ഒരു ചെറിയൊരു ദുആ സമ്മേളനം, ഒരു ദിക്റിൻ്റെ ഒരു ഹൽക്ക, ഒരു മദ്ഹ് പാടുന്ന ചെറിയൊരു സദസ്സ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഈ ഡേറ്റിൻ്റെ വ്യത്യാസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമോ? മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ കാലാകാലം കിട്ടി ഇങ്ങോട്ട് പോകുന്നൊരു കാര്യമായിരിക്കില്ലേ? നമുക്ക് പെരുന്നാൾ ശവ്വാൽ 1-നാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ദുൽഹിജ്ജ 10-നാണ് ബലി പെരുന്നാൾ എന്നുള്ളതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇന്നേക്ക് ഈ വർഷം വരെയും അത് അതുപോലെ തുടരുന്ന കാര്യമാണ്. ആശൂറാവിൻ്റെ നോമ്പ് മുഹറം 10-നാണ് എന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? എന്തുകൊണ്ടാണത്? അത് അതുപോലെ അങ്ങനെ പോകുന്ന കാര്യമാണ്. ഇതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ വിഷയത്തിന് എന്തെങ്കിലും ചെറിയൊരു പോരിശ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നോ? ഇത് നമ്മൾ ചിന്തിക്കുക.